ആദിവാസി വികസന ഫണ്ട് ചെലവഴിച്ചു വാങ്ങിയ ആർല ഫാമിലെ ഭൂമി പങ്കാളിത്ത കൃഷിയുടെ പേരിൽ സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പാട്ടത്തിന് നൽകാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും ആദിവാസി ഭൂമി ദീർഘവീക്ഷണത്തോടെ കൈകാര്യം ചെയ്യണമെന്നും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. വെച്ച് താമസിക്കുക പ്രായോഗികമല്ല. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന, നേരത്തെ നികുതി അടക്കം അടച്ച, ഇവിടെ റേഷൻ കാർഡുള്ള, വോട്ടർ പട്ടികയിൽ പേരുള്ള ആദിവാസികളല്ലാത്ത കുറച്ച് കുടുംബങ്ങളുണ്ട്. അത്തരം കുടുംബങ്ങളിൽ കുറച്ചാളുകളെ നേരത്തെ സംരക്ഷിച്ചതാണ്. അവശേഷിക്കുന്നവരും കാണും. അവരെയും സംരക്ഷിക്കണം. ആർല ഫാം ബ്ലോക്ക് 1 ഗോഡൌൺ പരിസരത്ത് AKSന്റെ നേതൃത്വത്തിൽ നടന്ന കുടിൽക്കെട്ടി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പങ്കാളിത്ത കൃഷിയുടെ പേരിൽ ആർല ഫാമിന്റെ കൃഷിഭൂമി ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകുന്ന നടപടി അവസാനിപ്പിക്കുക, പാട്ടത്തിന് നൽകിയ ഭൂമിയുടെ പാട്ടക്കരാർ റദ്ദ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആദിവാസി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഫാമിൽ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി കുടിൽക്കെട്ടി സമരം പ്രഖ്യാപിച്ചത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ പേരിലുള്ള ഭൂമി പാട്ടത്തിന് നൽകാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഇങ്ങനെ പാട്ടത്തിന് നൽകണമെങ്കിൽ അതിന് നടപടിക്രമമുണ്ടെന്നും പട്ടികവർഗ വികസന വകുപ്പോ സർക്കാരോ ഇക്കാര്യം അറിഞ്ഞിട്ടില്ലെന്നും ഫാം മാനേജ്മെന്റിന്റെ തെറ്റായ നടപടിയാണെന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി സ്വകാര്യ മേഖലയ്ക്ക് പാട്ടത്തിന് നൽകുന്നത് LDF സർക്കാരിന്റെ നയമല്ലെന്നും MV ജയരാജൻ പറഞ്ഞു. ഫാം മാനേജ്മെന്റിന്റെ നടപടി പിൻവലിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. AKS ഏരിയ സെക്രട്ടറി KA ജോസ് അധ്യക്ഷത വഹിച്ചു. ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി K മോഹനൻ, CPM നേതാക്കളായ KV സക്കീർ ഹുസൈൻ, K ശ്രീധരൻ, KG ദിലീപ്, ES സത്യൻ, KK ജനാർദ്ദനൻ, AD ബിജു, PK രാമചന്ദ്രൻ, ആദിവാസി ക്ഷേമ സമിതി നേതാക്കളായ PK സുരേഷ് ബാബു, N ശ്രീധരൻ, TC ലക്ഷ്മി, കുട്ടികൃഷ്ണൻ, മിനി ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം പ്രതീകാത്മകമായി സമരസ്ഥലത്ത് കുടിൽക്കെട്ടി സമരം നടത്തിയ ശേഷം സമരം അവസാനിപ്പിച്ചു. ആർല ഫാം ഭൂമി വിഷയത്തിൽ അടുത്ത ദിവസം AKS നേതാക്കൾ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം തുടർ സമര പരിപാടികളെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു.